ഒരു അലോക്കേഷ്യ ഹണ്ടിങ്ങിന് പോയാലോ? അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്. പക്ഷേ എറണാകുളം സിറ്റിക്കുള്ളിൽ ഇവനെ കാണാൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി 2 വെറൈറ്റി അലോക്കേഷ്യ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗത്ത് ഇവനെ തപ്പിയിറങ്ങിയത്. ഇത് വേറെ എവിടെയല്ല, നമ്മുടെ എറണാകുളത്തെ പഴയ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും കടവന്ത്രയ്ക്ക് പോകുന്ന റൂട്ടാണ്. നമ്മുടെ പാലം കയറി ഇറങ്ങുന്നതിന് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. പക്ഷേ ദൂരെ നിന്ന് നോക്കിയപ്പോഴേ മനസ്സിലായി ഇത് ഏതോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിലാണെന്ന്. പക്ഷെ അവിടെ ഞാൻ കണ്ടത് എൻ്റെ കയ്യിലില്ലാത്ത അലോക്കേഷ്യ ലവേഴ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അലോക്കേഷ്യ മാക്രോറൈസ എന്ന വെറൈറ്റിയാണ്. ഇവനെ എലിഫന്റ് ഇയർ പ്ലാന്റ് എന്നും പറയാറുണ്ട്. എങ്കിലും ഞങ്ങൾ ആ പ്രോപ്പർട്ടിയുടെ അടുത്തുവരെ പോയി നോക്കി. അത് നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ കീഴിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അവരുടെ ഓതറൈസ്ഡ് പേഴ്സൺസിനെ ആരെയും അവിടെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു. എൻ്റെ കയ്യിൽ 2 വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിലൊന്ന് അലോക്കേഷ്യയുടെ പിങ്ക് ഡ്രാഗൺ എന്ന് പറഞ്ഞ വെറൈറ്റിയും മറ്റൊന്ന് ക്യുക്കുലറ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയുമാണ്. രണ്ടും ഇതേപോലെ തന്നെ ഒരെണ്ണം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ നിന്നും ഒരെണ്ണം റോഡിൽ നിന്നുമാണ് എനിക്ക് കിട്ടിയത്. ഇപ്പം ഈ കാണുന്നതാണ് നമ്മുടെ അലോക്കേഷ്യയുടെ പിങ്ക് ഡ്രാഗൺ വെറൈറ്റി. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് ക്യുക്കുലറ്റ. എനിക്ക് പിങ്ക് ഡ്രാഗനെ കിട്ടിയത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ നിന്നാണ്. പുള്ളിയോട് സമ്മതം ചോദിച്ചിട്ടാണ് ഞങ്ങൾ അവനെ അവിടെ നിന്ന് പൊക്കിയത്. രണ്ടാമത് ക്യുക്കുലറ്റ വന്നത് നമ്മുടെ പച്ചാളം പാലത്തിന് അടുത്ത് ഉള്ള റോഡിൽ നിന്നാണ്. ഞങ്ങൾ ഈ ക്യുക്കുലറ്റ പറിച്ചുകൊണ്ട് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ റോഡ് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് JCB വെച്ചിട്ട് ബാക്കിയുള്ള ക്യുക്കുലറ്റ ചെടികളെല്ലാം അവർ പറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പ്ലാന്റുകളെല്ലാം കളക്ട് ചെയ്യുന്നത് നമ്മളുടെ ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെയാണല്ലോ ഈ നമ്മുടെ പിങ്ക് ഡ്രാഗൺ വെറൈറ്റിയുടെ ഒരു വലിയ പ്ലാന്റ് ഞാൻ വേറൊരു സ്ഥലത്തും കൂടെ കണ്ടുവച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്നുള്ളതും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.